ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാനിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് വീഡിയോ സ്പ്ലിറ്റ് അഥവാ സ്റ്റോറി സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ്. നമുക്കറിയാം, ഇപ്പോൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ആയിട്ട് വീഡിയോസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോസ് 2 മിനിറ്റ് 3 മിനിറ്റുള്ള വീഡിയോസൊക്കെ നമുക്ക് അതിനകത്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ വീഡിയോ സ്പ്ലിറ്റർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമ്മളത് 30 സെക്കൻഡായിട്ട് സ്പ്ലിറ്റ് ആക്കും ആ വീഡിയോ. എന്നിട്ട് അതിൻ്റെ ഓർഡർ അനുസരിച്ച് വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് ഈ ആപ്ലിക്കേഷൻ വീഡിയോ സ്പ്ലിറ്റർ, അതുപോലെ സ്റ്റോറി സ്പ്ലിറ്റ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഇതെങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം. ഞാൻ എൻ്റെ ഫോണിൽ ഓൾറെഡി ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾഡ് ആണ്. ഇനി അത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് വീഡിയോ സ്പ്ലിറ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ യൂസർ ഇൻ്റർഫേസ്. നമുക്ക് ആവശ്യമുള്ള ഫോൾഡേഴ്സ് എല്ലാം ഇവിടെ ലഭ്യമാണ്. ഇതിനകത്ത് ഒരു ഫോൾഡർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള വീഡിയോ സെലക്ട് ചെയ്യാം. ഞാൻ ഈ വീഡിയോ സെലക്ട് ചെയ്യുകയാണ്. വീഡിയോ സെലക്ട് ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി പ്ലേ ആവും. എന്നിട്ട് താഴെയുള്ള സെലക്ട് ദി സ്റ്റോറി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത യൂസർ ഇൻ്റർഫേസിൽ സ്പ്ലിറ്റ് പെർ പാർട്ട് എന്ന ഓപ്ഷൻ കാണാം. അവിടെ നമ്മൾ 30 സെക്കൻഡ് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് വളരെ ഫാസ്റ്റ് പ്രോസസ്സാണ്, പെട്ടെന്ന് സ്പ്ലിറ്റ് ആയി കിട്ടും. ഇങ്ങനെ 5 ഭാഗങ്ങളായിട്ട് വീഡിയോ നമുക്ക് സ്പ്ലിറ്റ് ആയി കിട്ടും. ഇനി ഇതിൻ്റെ ഓർഡർ അനുസരിച്ച് വാട്സപ്പിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.